ഹലോ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ ഈ സീരീസിൽ മൊത്തവും കണ്ടിരിക്കുന്ന കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. പ്രത്യേകിച്ച് ഇന്ന് വലിയൊരു എടുത്ത് പറയത്തക്കവണ്ണമുള്ള വലിയൊരു ബ്ലോഗല്ല, ചെറുതായിട്ടുള്ള ഒരു ട്രാവലിനെ കുറിക്കുന്ന ഒരു ചെറിയൊരു ബ്ലോഗാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് സാറ്റർഡേ എടുത്ത ബ്ലോഗാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് ഇന്നാണ് കേട്ടോ. ആയതുകൊണ്ട് തന്നെ നമ്മുടെ എനിക്കിന്ന് ലീവ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഔട്ടിങ് പോകാമെന്ന് തീരുമാനിച്ചിട്ടാണ് നമ്മുടെ ഇന്ന് ഇറങ്ങി തിരിച്ചത് കേട്ടോ. ഒരു അടിപൊളി ഒരു പാലവും അതിൻ്റെ വ്യൂവും കാണാൻ വേണ്ടിയിട്ടാണ്, വെള്ളവും അതിൻ്റെ വ്യൂവും കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോയപ്പോൾ നല്ല സൈലൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം തന്നെയായിരുന്നു, ആൾക്കാരങ്ങനെ പോകാത്ത ഒരു സ്ഥലം. അപ്പോൾ ഇത് ഈ പാലമാണ്, നമ്മളിപ്പോൾ നടന്നു വന്ന പാത എന്ന് പറഞ്ഞാൽ ഒരു പാലമാണ്. പാലം ഇപ്പോൾ പണിതുകൊണ്ടിരിക്കുന്ന ഒരു പ്ലേസാണ്. ഇപ്പോൾ വാഹനങ്ങളൊന്നും വിടുന്നില്ല, ആൾക്കാർക്ക് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോകാൻ ഒക്കെ ഒരു ചാൻസ് അവർ കൊടുക്കുന്നുണ്ട്. ഈ പണി കഴിഞ്ഞതിന് ശേഷം ഇതിൽ വാഹനമൊക്കെ വിടും. രണ്ട് സൈഡും നല്ല ഇങ്ങനെ വെള്ളവും അതുപോലെ തന്നെ പ്രകൃതി രമണീയമായ ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും കേട്ടോ. നല്ല സൈലൻറ്റ് ക്ലൗഡൊക്കെ നോക്കുകയാണെങ്കിൽ മഴയ്ക്ക് ചാൻസസ് അങ്ങനെ വന്ന് കിടക്കുകയാണ്. ആ ഒരു ടൈമിലാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ അത്യാവശ്യം നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞും അതെ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൾക്കാരൊന്നുമില്ല, വാഹനങ്ങളൊന്നുമില്ല, നല്ല കാം ആൻഡ് ക്വയറ്റായിട്ട് നമുക്ക് ഇപ്പോൾ ഈ സമയം അവിടെ പണി നടന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അവർ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരുന്ന ഒരു സമയമാണ്. ഇതാണ് മക്കളെ വ്യൂ, അടിപൊളി വ്യൂ ആണ്. നല്ല തണുത്ത കാറ്റിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. എന്നിട്ട് നമ്മൾ എഗെയിൻ ട്രാവൽ കണ്ടിന്യൂ ചെയ്ത്, കാരണം അവിടെ കുറേ സമയം സ്പെൻഡ് ചെയ്തു, ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഫുഡിൻ്റെ ബ്ലോഗൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, കാരണം കുഞ്ഞ് ഇച്ചിരി ഷാർട്ടി ആയതുകൊണ്ട് ഫുഡിൻ്റെ ബ്ലോഗൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ജസ്റ്റ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു, അഗെയിൻ നമ്മൾ ട്രാവൽ സ്റ്റാർട്ട് ചെയ്തു, അടുത്ത സ്പോട്ടിലോട്ട് പോയി. ഇത് സ്പോട്ട് ആരംഭിക്കുന്നത് ഇതാണ് കേട്ടോ. നമ്മുടെ നെട്ടയൊക്കെ ആ ഒരു കണക്ടിവിറ്റി ഉള്ള ഒരു ഏരിയ പോലെയാണ് തോന്നുന്നത്, പക്ഷേ നെട്ടയല്ല കേട്ടോ, ഇത് വേറൊരു പ്ലേസാണ്. അപ്പോൾ നമ്മുടെ ഇതാ കാടിനുള്ളിൽ കൂടെയൊക്കെ നമ്മളിങ്ങനെ ട്രാവലിംഗ് കണ്ടിന്യൂ ചെയ്യുകയാണ്. ഇത് നമ്മുടെ ചേട്ടൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ് നമ്മുടെ ഈ സ്പോട്ട് പോകുന്നത് കേട്ടോ. റിയലി ഞാൻ ഈ സ്പോട്ട് നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എഗെയിൻ നമ്മൾ ട്രാവൽ കണ്ടിന്യൂ ചെയ്ത് നമ്മൾ നേരെ ഇങ്ങനെ കാടിൻ്റെയും അപ്പുറത്ത് വെള്ളമൊക്കെ കണ്ടു തുടങ്ങി. കണ്ടപ്പോൾ തന്നെ എന്ന് വെച്ചാൽ നമ്മൾ കുറേ ട്രാവൽ ചെയ്ത് ഇത് ഏത് സ്ഥലമെന്ന് കണ്ടുപിടിക്കാൻ കുറേ ബുദ്ധിമുട്ടിട്ടുണ്ടായിരുന്നു. അവസാനം സ്പോട്ട് കണ്ടുപിടിച്ച്, ഇതാണ് സ്പോട്ട്. നമ്മുടെ അത്യാവശ്യം ടൂറിസ്റ്റ് ഉണ്ടായിരുന്നു, നമ്മൾ പോയപ്പോൾ തന്നെ ഉണ്ടായിരുന്നു. നമ്മളിവിടെ വന്നതിന് ശേഷം കുറേ സമയം ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റി. ഇതും സെയിം പ്ലേസ് തന്നെ, നമുക്ക് ഫാമിലി ആയിട്ട് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്പോട്ട് തന്നെയാണ്. ഇവിടെ ഒരു ഇങ്ങനെ വെള്ളമൊക്കെ ഇങ്ങനെ ചുമ്മാ സൈഡിലിട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ജസ്റ്റ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്തൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. കുഞ്ഞിന് നല്ലതുപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത്ര ആഴമില്ല, ഒത്തിരി സ്ഥലം അങ്ങ് ബാക്കിൽ പോയിട്ട് വേണം ആഴമുള്ള പ്ലേസ് പോകാനുള്ളത്. കുറച്ച് സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലമെന്ന് എനിക്ക് തോന്നി, കാരണം നമ്മളെല്ലാം ഇറങ്ങി കളിച്ച് എൻജോയ് ചെയ്ത്. അതുപോലെ തന്നെ ചേട്ടൻ്റെ കൂട്ടുകാരൻ്റെ ഫാമിലി ഇതൊക്കെ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ നല്ലപോലെ എൻജോയ് ചെയ്തു. എസ്പെഷ്യലി എൻ്റെ മോള് നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ, അത്യാവശ്യം നന്നായിട്ട് എൻജോയ് ചെയ്തു. ഇതൊക്കെ വ്യൂ നല്ല രസമുണ്ടായിരുന്നു. അത്യാവശ്യം നന്നായിട്ട് നമുക്ക് അടിപൊളിയായിട്ട് നല്ല ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റി, നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്പോട്ടായിരുന്നു. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞില്ല, അമ്പൂരി എന്ന് പറയുന്ന സ്ഥലത്തിൽ 2 ഭാഗങ്ങളാണ് ഞാൻ കാണിച്ചത്. ആ ഭാഗത്തിലെ വ്യൂ ആണ് നമ്മളിത് കണ്ടിട്ടുള്ളത്. ട്രിവാൻഡ്രം സൈഡ് ഉള്ളവർ, എസ്പെഷ്യലി നെയ്യാറ്റിൻകരയുടെ ഇങ്ങോട്ട് സൈഡിലുള്ളവർ ഈ ഒരു സ്പോട്ട് കാണാൻ മറക്കണ്ട. അപ്പോൾ നമ്മുടെ ഇതൊക്കെ കണ്ടിട്ട് നേരെ വീട്ടിലോട്ടാണ്. എഗെയിൻ എനിക്കൊരു കാര്യം കൂടെ പറയാനുള്ളത്, താങ്ക് യു സോ മച്ച്. എൻ്റെ കൊട്ടാരത്തിൻ്റെ വ്യൂ നല്ലതുപോലെ റിച്ച് ആയിട്ടുണ്ട്. പേഴ്സണലി മെസ്സേജ് അയച്ചതും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞവർക്കെല്ലാം താങ്ക് യു സോ മച്ച്. എഗെയിൻ നിങ്ങളുടെ സപ്പോർട്ടിൽ ഞാൻ ഇന്നും നല്ലത് പോലെയുള്ള കണ്ടൻറ്റ് എഗെയിൻ ഞാൻ ഇടുന്നതായിരിക്കും. അടുത്ത ട്രാവലിംഗ് നമുക്ക് കാണുന്നത് വരെ ടാറ്റ, ബൈ ബൈ, സി യു, കീപ് സപ്പോർട്ട് മീ. ഓക്കെ, അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റ, ബൈ ബൈ, സി യു.